ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു സ്ലീവ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പഫി സ്ലീവ്സ് ആണ് കേട്ടോ ചെയ്യുന്നത്. നോർമൽ സ്ലീവ്സിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പഫി സ്ലീവ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവ്സ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. ഇപ്പോൾ ഇതിനെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഞാൻ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ 4ആയിട്ടാണ് മടക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസിൻ്റെ ടോട്ടൽ ലെങ്ത് എടുത്തിട്ടുള്ളത് 12 ഇഞ്ചസ് ആണ് കേട്ടോ. ആദ്യം തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. താഴെ ഭാഗത്താണ് കേട്ടോ ഈ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ട് ഒരു 9 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഈ മാർക്ക് ചെയ്തതിനെ മുകളിൽ നിന്നും താഴേക്ക് ഇതുപോലെ ഒരു കർവായിട്ടൊന്ന് വരച്ചെടുക്കാം. ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ നമ്മൾ സ്ലീവ്സിൻ്റെ മുകളിൽ ഒരു പഫി ഡിസൈൻ വരുന്നില്ലേ, ആ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് എക്സ്ട്രാ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു പഫി സ്ലീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 2 എഡ്ജും നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു റോസ് ഫ്ലവർ ഡിസൈന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ബീഡ്സും ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യമേ അതൊന്ന് കാണുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ബീഡ്സും ഫാബ്രിക് ഗ്ലൂവും വെച്ചിട്ട് റോസ് പാറ്റേൺ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഒന്ന് മടക്കി തേച്ചെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ലേസും ആഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ലീവ്സിൻ്റെ കൂടെ ഉള്ളിലേക്ക് അങ്ങ് മടക്കി തയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ലേസ് എടുത്തിട്ട് അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സ്ലീവ്സുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ലേസ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോർമൽ സ്ലീവ്സിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പം എങ്ങനെയാ വെച്ചാൽ ഈ ഒരു നോർമൽ സ്ലീവ്സിൻ്റെ മിഡിൽ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെയും താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കും സെയിം ആ ഒരു മെത്തേഡിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്തില്ല 2 ഇഞ്ച് അങ്ങോട്ടും 2 ഇഞ്ച് ഇങ്ങോട്ടും, ആ ഒരു ഭാഗത്താണ് ഈ ഒരു ലേസിൻ്റെ എൻഡ് വെച്ച് കൊടുക്കുന്നത്. ബാക്കി വരുന്നതിന് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മൾ ആ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അത്രയും ഭാഗത്ത് ഈ ഒരു പ്ലീറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ആ ഡിസൈൻ വരുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് നമ്മൾ പ്ലീറ്റ്സ് ഇടാതെ അങ്ങനെ നോർമലായിട്ട് ബാക്കി വരുന്നതിനെ ഈ ഒരു സ്ലീവ്സിൻ്റെ തുമ്പുമായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവ്സിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇപ്പോൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ മറ്റേ സൈഡിലും അതുപോലെ തന്നെ പ്ലേറ്റ്സ് ഇട്ടിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഭാഗം എത്തുമ്പോൾ നോർമൽ സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ സ്ലീവ്സിൻ്റെ ഈ ഒരു ഡിസൈന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബാക്കി വന്ന പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിനെ നമ്മൾ ഷോൾഡറുമായി അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുക. സൈഡ് വ്യൂ ആയിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഇനി നമുക്ക് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.